ആറള ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈഷ്ണവിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ആറള ഫാമിൽ നിന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആറള ഫാം ബ്ലോക്ക് 12 വൈഷ്ണവിന്റെ തുടർ ചികിത്സയ്ക്കായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ആറള ഫാമിലെ തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി ബ്ലോക്ക് 2 വെച്ചാണ് വൈഷ്ണവിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് ഇതിനകം 15 ലക്ഷം രൂപ ചികിത്സയ്ക്കായി ചിലവായി. വനംവകുപ്പിന്റെ സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ടു പോയത്. കിടന്ന കിടപ്പിലാണ് ഇന്ന് വൈഷ്ണവ്. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന വൈഷ്ണവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഇനിയും ലക്ഷങ്ങൾ വേണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കീഴ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ നടന്ന യോഗം സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ വളരെ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലായിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. രാജേഷ് പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ 15 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തു. അത് വനംവകുപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയി കണ്ടിരുന്നു, വേലായുധനും ശോഭയും എല്ലാം പോയി കണ്ടിരുന്നു. ഞാനിത് അറിയാൻ സ്വല്പം വൈകിപ്പോയി. അറിഞ്ഞതിന് ശേഷം ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും ആശുപത്രിയിലെ സൂപ്രണ്ടിനെ വിളിക്കുകയും മന്ത്രിക്കും ഫോറസ്റ്റിൻ്റെ ചീഫ് ഓഫീസർ DCCF പ്രിൻസിപ്പൽ ഗംഗാ സിംഗിനും ഞാൻ തന്നെ ലെറ്റർ എഴുതി. വനംവകുപ്പിൻ്റെ ഒരു മീറ്റിങ്ങിൽ മന്ത്രി വരേണ്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ മന്ത്രി വന്നില്ല. അന്ന് മറ്റുദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ പിന്നീട് മന്ത്രിയെ കണ്ട് മന്ത്രിക്കും ഞാനൊരു ലെറ്റർ കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, EC രാജു, വത്സ ജോസ്, മിനി ദിനേശൻ, V ശോഭ, KK ജനാർദ്ദനൻ, ജെയ്സൺ ജീരകശ്ശേരി, ശങ്കർ സ്റ്റാലിൻ, KB ഉത്തമൻ, റഷീദ് പാനേരി, VK ഗംഗാധരൻ, PK രാമചന്ദ്രൻ, കേളപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സണ്ണി ജോസഫ് MLA, ബിനോയ് കുര്യൻ, KV വേലായുധൻ എന്നിവർ രക്ഷാധികാരികളും പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ചെയർമാനും, മിനി ദിനേശൻ, V ശോഭ, KB ഉത്തമൻ എന്നിവർ വൈസ് ചെയർമാൻമാരും, KK ജനാർദ്ദനൻ കൺവീനറായും, VK ഗംഗാധരൻ, PK രാമചന്ദ്രൻ എന്നിവർ ജോയിന്റ് കൺവീനർമാരും, കുര്യച്ചൻ പൂവത്തിങ്കൽ ഗജാഞ്ചിയായുമാണ് 39 അംഗ എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തത്.